ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു പൂക്കളൊക്കെ കൊണ്ട് ഉപയോഗപ്രദമായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തെടുക്കണമെന്നുള്ളത്. അങ്ങനെ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊന്ന് റെഫർ ചെയ്ത സമയത്തായിരുന്നു ഞാൻ ഈ റെസിൻ ഉപയോഗിച്ചിട്ടുള്ള ഡ്രൈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഒരു ഷോക്കേസിലൊക്കെ വെക്കുന്ന രീതിയിലൊക്കെയുള്ള സാധനങ്ങൾ കാണാനിടയായത്. പിന്നെ ഒരുപാട് നാൾ ഇതുപോലെ റെഫർ ചെയ്ത് ഏത് ടൈപ്പ് റെസിൻ വേണം നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്, അപ്പോൾ ഇതിലെന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് നാളത്തെ സ്റ്റഡീസിലൂടെ ഞാൻ അങ്ങനെ 2 റെസിൻ വാങ്ങിച്ചു. അതിനുശേഷം ഒരു മോൾഡും കൂടെ വാങ്ങി. അങ്ങനെ ഞാൻ ഒരു ബാങ്കിൾ ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലെത്തി. നല്ല കയ്യിലൊക്കെ ഇടാൻ പറ്റുന്ന നമ്മുടെ പൂക്കളൊക്കെ കൊണ്ടുണ്ടാക്കിയ വള, അത് നമ്മൾ തന്നെ ഹാൻഡ് പിക്കറായിട്ട് നമ്മൾ തന്നെ കളക്ട് ചെയ്തെടുത്ത ഫ്ലവേഴ്സിൽ നിന്നാകുമ്പോൾ കുറച്ചധികം സന്തോഷമാണ്, കാണിക്കാനും ഒരു രസമാണ്. ഇത് കണ്ടില്ലേ, ഞാൻ ഉണ്ടാക്കിയ വളയാണ് എന്നുള്ള രീതിയിൽ ഒരു ആത്മവിശ്വാസവും കിട്ടും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എല്ലാം പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കേരളത്തിൽ സുപരിചിതമല്ലാത്തൊരു സാധനമാണ് ഈ റെസിൻ. അപ്പോൾ നമുക്ക് അതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ ചെറിയ പൂക്കളാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മോൾഡ് എത്രത്തോളം വലിപ്പമുള്ളതാണോ അതനുസരിച്ച് അതിനകത്ത് നിറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ് മാത്രം നമ്മൾ കളക്ട് ചെയ്യുക. സാധാരണഗതിയിൽ റെസിൻ ആർട്ടൊക്കെ ചെയ്യുന്നവർ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് എടുക്കുന്നത്. പൂക്കളെ കൊണ്ടുപോയി വെച്ചിരുന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഫ്ലവേഴ്സിനെ ഡ്രൈ ആക്കും. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലുള്ള മോൾഡൊക്കെ ഉപയോഗിച്ചിട്ട് റെസിൻ കൊണ്ടൊരു ക്രിസ്റ്റലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനുണ്ട്. അതുപോലെ തന്നെ ഫോൺ ബാലൻസ് ചെയ്യാൻ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ട്രൈപോഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ റബ്ബർ ഇട്ടൊക്കെ വെച്ച് കെട്ടിയൊക്കെ ഫോണൊക്കെ വെച്ചു. പിന്നെ ഫോൺ അല്ലാതെ തന്നെ ഹാൻഡിൽ ചെയ്ത് ഒരു കയ്യിൽ പിടിച്ചൊക്കെയാണ് ഞാൻ ഇതുപോലെ ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്തൊക്കെയായാലും നിങ്ങൾ വീഡിയോ ആസ്വദിക്കുക. കാരണം നിങ്ങൾക്ക് ഒരുപാടധികം ഇൻഫോർമേറ്റീവാണ് ഈ ഒരു വീഡിയോ. നമുക്ക് എല്ലാവരുടെയും മുന്നിൽ നമുക്കൊരു ആത്മവിശ്വാസത്തോടു കൂടി പറയാം, ഞാൻ വളർത്തിയ ചെടികൾ കൊണ്ടുണ്ടായ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ വളയാണ്, അല്ലെങ്കിൽ മാലയാണ്, അല്ലെങ്കിൽ ലോക്കറ്റാണ്, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കളക്ട് ചെയ്ത ഫ്ലവേഴ്സ് ഇതുപോലെ ആ ഒരു ചെറിയ ബാങ്കിളിൻ്റെ ഒരു മോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മോൾഡിനകത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അളവനുസരിച്ചിട്ട് നമുക്ക് വളയുടെ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ബാങ്കിൾ മോൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരുപാട് സൈറ്റുകൾ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കത് വാങ്ങിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൾസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ലെങ്കിൽ ഞാൻ വേറൊരു ടിപ്പ് നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇയർബഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ അതിൻ്റെ ഒരു പഞ്ഞി എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ കിട്ടിയ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തുണ്ടായിരുന്ന ആ വലിയ ഫ്ലവേഴ്സ് മാത്രം ഓക്സാലിസിൻ്റെ ഫ്ലവറാണ്, അത് മാത്രമേ ഉള്ളതിൽ വലുത്. ബാക്കിയെല്ലാം കുഞ്ഞു ഫ്ലവേഴ്സാണ് എടുത്തേക്കുന്നത്. പല നിറത്തിലുള്ള ഫ്ലവേഴ്സ് ആകുമ്പോൾ തന്നെ അത് പ്രത്യേക ഭംഗിയായിരിക്കും. ഇനി നമ്മുടെ കഥാപാത്രങ്ങൾ ഇപ്പോക്സിയുടെ തന്നെ റെസിനും ഉണ്ട്, ഹാർഡനറും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും 2 ബോട്ടിലായിട്ടാണ് ഇരിക്കുന്നത്. ആദ്യത്തേത് വലുതും രണ്ടാമത്തേത് ചെറിയ ബോട്ടിലുമാണ്. അപ്പോൾ ആദ്യത്തെ ബോട്ടിൽ ആ കണ്ടെയ്നറിൻ്റെ പകുതി മാത്രമേ കാണത്തുള്ളൂ, മറ്റേത് ഫുൾ ബോട്ടിലായിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്രിസ്റ്റലായിട്ട് അത് മാറത്തുള്ളൂ. ബോട്ടിലിനകത്തിരിക്കുമ്പോൾ അത് രണ്ട് ലിക്വിഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മിക്സിങ്ങിനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 2 അടപ്പ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ചെറിയ ബോട്ടിലിലെ അടപ്പ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ വളരെ എളുപ്പമുള്ള രീതിയിൽ പറഞ്ഞുതരാം. വലിയ ബോട്ടിലിൽ നിന്ന് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിൻ്റെ പകുതി മാത്രമേ നമ്മൾ ചെറിയ ബോട്ടിലിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, വലിയ ബോട്ടിലിൽ ഞാൻ ആ ചെറിയ അടപ്പിൽ ഞാൻ എടുക്കാൻ പോകുന്നത് 4 ക്യാപ്പാണ്. അപ്പോൾ അത് 4 ക്യാപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഹാർഡനർ 2 ക്യാപ്പ് മാത്രം എടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്രിസ്റ്റലായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ മിക്സിങ്ങിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാലും നമുക്ക് ആ സാധനം കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അത് കുറേ കൂടി ഞാൻ ഒഴിക്കുന്നത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഞാൻ എടുത്തത് 4:2 റേഷ്യോയിലാണ്. അതായത് റെസിൻ 4 ക്യാപ്പും അതുപോലെ തന്നെ ഹാർഡനർ 2 ക്യാപ്പും. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുകയെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലുള്ള വെബ്സൈറ്റിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും വില കുറഞ്ഞത് 400 രൂപയ്ക്ക് അകത്തുള്ള ഈ 2 ബോട്ടിലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നമ്മളിത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. കറക്റ്റായിട്ട് എല്ലായിടത്തും മിക്സിങ് എത്തണം. അത്തരം രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ മോൾഡിലേക്ക് ഞാൻ നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നിറയ്ക്കുമ്പോൾ കറക്റ്റ് ബാലൻസ് തെറ്റാതെ നിറയ്ക്കണം. അതിൻ്റെ സൈഡിലൊക്കെ ആയിപ്പോയാൽ അത് അതേപടി ഇരുന്ന് ഹാർഡായി പോവും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം.
ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വെബ്സൈറ്റിലൊക്കെ കയറി നന്നായിട്ട് പഠിച്ചു, പല രീതിയിലും അറിഞ്ഞതിനൊക്കെ ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു റെസിൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്ത് ഇങ്ങനെ പൊങ്ങി വരും, ഈ ഫ്ലവേഴ്സ് പൊങ്ങി വരാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് പൊങ്ങി നിൽക്കുന്ന ഫ്ലവേഴ്സിനെ നമ്മളൊന്ന് താത്തി കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിനകത്ത് ഇതിനകത്ത് ബബിൾസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ബബിൾസ് ഇതുപോലുള്ള ആ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇയർബഡ്സ് ഉപയോഗിച്ചോ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കളയാം. അതേ ഇപ്പോൾ സൈഡിലൊക്കെ പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ ഇതൊരു കെമിക്കലോ അങ്ങനെ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ പറ്റിയാലോ പൊള്ളുന്നവയൊന്നുമല്ല. പിന്നെ ഇത് ഹാർഡ് ആവാൻ വേണ്ടി കറക്റ്റ് 24 hours ടൈം ആവശ്യമുള്ളത്. അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ UV ലൈറ്റിൻ്റെയൊക്കെ റേഡിയേഷനൊക്കെ ഉപയോഗിച്ച് ആളുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്, വളരെ കുറച്ച്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഈ പാരറ്റ് ഫെദറിൻ്റെ കുറച്ച് ലീവ്സ് ഇട്ടിട്ട് ഇതുപോലൊരു ക്യാപ്പിനകത്തേക്ക് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് എന്താകുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാപ്പിനകത്തേക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ലോക്കറ്റായിട്ട് നമുക്കിതുപോലെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മോൾഡുകൾ ഇല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവയാണ്. ആൽഫബറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മോൾഡ് ഇല്ലെങ്കിൽ നമ്മുടേതായ ഐഡിയാസൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അതേ കണ്ടില്ലേ, ഫ്ലവേഴ്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് റിയാക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും 24 hours വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെ തട്ടിപ്പോകാത്ത രീതിയിൽ വെച്ചേക്കണം. ഇതേ പിറ്റേ ദിവസമായിട്ടുണ്ട്. ഞാനിത് ചെയ്ത അതേ സമയത്താണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. കറക്റ്റ് 24 മണിക്കൂർ. ഞാൻ വിചാരിച്ചതിനും അപ്പുറമാണ് കേട്ടോ. സത്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത്രയും കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ടൈം ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലാസ് മെറ്റീരിയൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൈഡിലൊന്നും പറ്റിയിരിക്കാൻ പാടില്ലായിരുന്നു, എൻ്റെത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി അങ്ങ് ഒടിച്ച് കളഞ്ഞാൽ മതി, അതങ്ങ് പെട്ടെന്ന് പൊക്കോളും. അപ്പോൾ ഇതേ ഫ്ലവേഴ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. യെല്ലോയിഷ് ആണ് കേട്ടോ കൂടുതൽ എക്സ്പോസ് ആയി നിൽക്കുന്നത്. കാരണം നമ്മളിട്ട ബ്ലൂ ഫ്ലവേഴ്സ് എല്ലാം യെല്ലോ ആയിട്ട് ടേൺ ആയിട്ടുണ്ട്, യെല്ലോ ഫ്ലവേഴ്സ് എല്ലാം ഓറഞ്ച് ആയിട്ടും മാറിയിട്ടുണ്ട്. കയ്യിലിട്ട് നോക്കാം, അളവൊക്കെ കറക്റ്റാണ്, നല്ല ഭംഗിയാണ്. എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടുണ്ട്, വളരെ ഒരു സംതൃപ്തിയുണ്ട്. നിങ്ങളിത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഹാർഡ്നെസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, കറക്റ്റ് ഒരു ക്രിസ്റ്റലായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ഷേപ്പിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ അതിനെ ഒന്ന് കാണിച്ചു തരാം അതിപ്പോൾ എന്തായിട്ടുണ്ടെന്നുള്ളത്. ആപ്പിൾ ഫിസ്സിൻ്റെ ആ ഒരു ബോട്ടിൽ ക്യാപ്പിനകത്തായിരുന്നു ഞാൻ അത് ചെയ്തു വെച്ചിരുന്നത്. അപ്പോൾ ആ ക്യാപ്പ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്തിരിക്കുന്ന സാധനം എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊരു ലോക്കറ്റാക്കി നമുക്ക് ഉപയോഗിക്കാം. ഒരു ചെയിൻ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു റെസിൻ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അത് നല്ല ഒരു അതിൻ്റേതായ ഷേപ്പിൽ അത് കിട്ടിയിട്ടുണ്ട്. അതിനകത്തിരിക്കുന്ന ലീവ്സ് എല്ലാം എക്സ്പോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വല്ല ആൽഫബറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമുക്കത് ലോക്കറ്റാക്കി മാറ്റാമായിരുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതെല്ലാവരിലും എത്തിച്ചു കൊടുക്കുക. നമുക്കെല്ലാം ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, വീണ്ടും കാണാം. ബൈ ബൈ.